വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവ ആഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച കൊടിയേറി. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം ഒറ്റപ്പാലം MLA പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണെത്തിയത്. ഉത്സവാഘോഷങ്ങളുടെ കൊടിയേറ്റ് ചടങ്ങിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. രഥോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഒറ്റപ്പാലം MLA പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മുൻ വർഷങ്ങളിൽ ഇവിടെ നടന്ന പരിപാടികൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഒരു നാടിന്റെ വലിയ ഉത്സവവും കൂട്ടായ്മയുമാണ്. മനുഷ്യരെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒന്നായി ഇത്തരം ആഘോഷ പരിപാടികൾ, ഉത്സവങ്ങൾ മാറുകയാണ്. ഉത്സവങ്ങളും മത്സരങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മത്സരങ്ങളുടെ പ്രത്യേകത ജയിക്കുന്നവർക്ക് മാത്രം സന്തോഷിക്കാൻ കഴിയുന്നതാണ് മത്സരം. എന്നാൽ ഉത്സവങ്ങളാകട്ടെ പങ്കെടുക്കുന്നവർക്കെല്ലാം ആനന്ദിക്കാനും സന്തോഷിക്കാനും കഴിയുന്നതാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മളിവിടെ തൈപ്പൂയ ഉത്സവത്തിന്റെ ഭാഗമായി, രഥോത്സവത്തിന്റെ ഭാഗമായി നാം ഒത്തുചേരുന്ന എല്ലാവർക്കും സന്തോഷിക്കാൻ വക നൽകുന്നു, അതിനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. നജീബ് കാന്തപുരം MLA, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, എഴുത്തുകാരായ KP സുധീര, NP വിജയകൃഷ്ണൻ തുടങ്ങിയവർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചലച്ചിത്ര താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പാലൂർ ഷൺമുഖ പുരസ്കാരം ചടങ്ങിൽ സമർപ്പിച്ചു. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരതാ പുരസ്കാരം, ശ്രീമുരുക സംഗീത പുരസ്കാരം, വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കുള്ള ആദരം, മാധ്യമ പുരസ്കാരം എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു. വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദനവും ഇതോടൊപ്പം നടന്നു. തുടർന്ന് കല്ലുവഴി പ്രകാശൻ, കലാമണ്ഡലം രതീഷ് എന്നിവരുടെ ഇരട്ടത്തായമ്പകയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊപ്പം.